നമസ്കാരം. ജോയ് എന്ന കരാർ ശുചീകരണ തൊഴിലാളി മാലിന്യച്ചുഴിയിലേക്ക് പൂണ്ടുപോയിട്ട് മണിക്കൂർ 34 ആൾപ്പൊക്കത്തിൽ പാറ പോലെ ഉറച്ച മാലിന്യം, പ്ലാസ്റ്റിക് കൂമ്പാരവും തുണിയും മനുഷ്യവിസർജ്യവും നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൽ മണിക്കൂറുകളായി ഒരു മനുഷ്യജീവനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. തോട്ടിപ്പണി നിയമം മൂലം നിരോധിച്ചതാണ്. ചാലുകളിലെ മാലിന്യം യന്ത്രസഹായത്തിലെടുക്കണമെന്നതാണ്. പക്ഷേ എന്തൊക്കെ നടപ്പാകുന്നുണ്ട്? ഇവിടെ ആരുടെ മാലിന്യമെന്ന തർക്കം തുടരുകയാണ്. അകം വെടുപ്പാക്കി പുറത്ത് നിക്ഷേപിക്കുന്ന ദുഷിച്ച മലയാളി മനസ്സിന്റെ അനന്തരഫലമല്ലേ തലസ്ഥാനത്ത് കണ്ടത്? മാലിന്യത്തിൽ എവിടെയോ പുരഞ്ഞു കിടക്കുന്ന ജോയ് എന്ന മനുഷ്യന്റെ ജീവന് ആരൊക്കെയാണ് ഉത്തരവാദികൾ? ആരുടെ കുറ്റകൃത്യം? ചർച്ചയിൽ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോമസിനുണ്ട്, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണനുണ്ട്, CPIM കൗൺസിലർ ഗായത്രി ബാബു, കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, BJPയിൽ നിന്ന് അനിൽ തിരുമല എന്നിവരാണ് അതിഥികളായുള്ളത്. ആദ്യം ഞാൻ ശ്രീ ജിജി തോമസിലേക്ക് പോവുകയാണ്. ശ്രീ ജിജി തോമസൻ, മാലിന്യം എങ്ങനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന ഓപ്പറേഷൻ അനന്തയിലൂടെ തെളിയിച്ചതാണ് താങ്കളുടെ കാലത്ത്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് 26 കിലോമീറ്ററോളം ആ സമയത്ത് അവിടെ ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആരംഭിച്ച ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി 2016 ഞാൻ റിട്ടയർ ചെയ്തതോടുകൂടി അതിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. ആ പദ്ധതിയിൽ രണ്ടാം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാം ഞങ്ങൾ എഴുതി ഉണ്ടാക്കി, അതിന് എത്ര രൂപ അലോട്ട്മെൻറ്റ് വേണം, എത്ര ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ കണക്ക് കൂട്ടി ആ പ്രോജക്റ്റ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ആ പറഞ്ഞതനുസരിച്ച് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന വാസുകി ആ പ്രോജക്റ്റ് അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ വിജയാനന്ദനും കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോൾ വിജയാനന്ദ് പറഞ്ഞു അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഗവൺമെൻറ്റിന് ഈ പദ്ധതി ഈ പേരിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ അനന്ത അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. ഓപ്പറേഷൻ അനന്ത എന്ന പേരിന് എന്താണ് അതിനകത്ത് ഒരു സംശയമില്ല. കാരണം എന്താണ്, UDF ചെയ്ത ഒരു പ്രവൃത്തി LDF ചെയ്യില്ല, LDF ചെയ്യുന്ന ഒരു പ്രവൃത്തി UDF ചെയ്യത്തില്ല. രണ്ടുപേരും നോക്കുന്നത് പാർട്ടി ആർക്ക് ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്തോ അത് നല്ല സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ അത് വീണ്ടും നമ്മൾ തുടരണം, വേണ്ടേ? അത് ചെയ്യുന്നില്ല. അത് നമ്മുടെ ഒരു ദുര്യോഗമാണ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ദുര്യോഗമാണ്. അതുകൊണ്ടാണ് ഇത് പ്രശ്നം ഉണ്ടായത്. നേരെ മറിച്ച് അത് വീണ്ടും തുടരുകയും അന്നത്തെ രണ്ടാമത്തെ ഘട്ടം അത് പറഞ്ഞതുപോലെ തന്നെ അത് തുടരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല. എനിക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്ത അനുഭവ പരിജ്ഞാനം നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അത് തന്നെ നമുക്ക് നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, എന്തുമാത്രം എൻകറേജ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഓർഡറുകളുടെ പുറത്ത് പാർട്ടി ഓഫീസുകളുണ്ടായിരുന്നു, ലൈബ്രറികളുണ്ടായിരുന്നു, സ്പോർട്സ് ആൻഡ് യൂത്ത് ക്ലബ്ബുകളുണ്ടായിരുന്നു, പിന്നെ ആൽമരമുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, കുരിശുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു. അപ്പോൾ അതിനകത്ത് ആരും ഇൻ്റർഫിയർ ചെയ്തില്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ക്യാബിനറ്റ് ഇതിൻ്റെ ചുമതല ചീഫ് സെക്രട്ടറി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇതിനകത്ത് ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇതിനകത്ത് ഇടങ്കോലിടാൻ പാടില്ല, അവർ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യരുത്, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ലഭിച്ചു. അതിനകത്ത് കലവറയില്ലാത്ത സഹായമാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് നൽകിയത്. അതുകൊണ്ടാണ് അത് അത്രയും ഭംഗിയായിട്ട് നടന്നത്. അങ്ങനെ ഒരു മന്ത്രിയും അതിനകത്ത് ഇടപെട്ടില്ല, ആരും അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നില്ല. അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് സക്സസ്ഫുള്ളായി നടന്നു എന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തുടരുകയല്ലേ വേണ്ടത്? അത് ചെയ്തിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രശ്നത്തിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. ഇപ്പോൾ ഇവിടെ തർക്കം നടക്കുന്നു, ആരാണ് വേസ്റ്റിൻ്റെ ഉത്തരവാദി എന്ന്. എന്താണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു കോർപ്പറേഷൻ ഏരിയയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നത് കോർപ്പറേഷൻ്റെ ചുമതലയാണ്, അല്ല മറ്റാരുടെയും ചുമതലയല്ല. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും കോർപ്പറേഷൻ്റെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. കാരണം കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ റെയിൽവേ
DRMനെ വിളിച്ചാൽ ചിലപ്പോൾ DRM വന്നില്ല എന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം നമ്മൾ എസ്കലേറ്റ് ചെയ്യണം. യു ഷുഡ് എസ്കലേറ്റ് ടു ദ ലെവൽ ഓഫ് ദ ചീഫ് സെക്രട്ടറി. കാരണം അങ്ങനെ ചെയ്യണം. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തത് എന്താ, നമ്മൾ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിസ്സീമമായ സഹകരണമാണ് ഉണ്ടായത്. അത് കാരണം നമുക്ക് അന്ന് 700 ലോഡ് മാലിന്യമാണ് അന്ന് ഈ തോടിൽ നിന്നും റെയിൽവേയുടെ അടിയിലുള്ള ഈ ടണലിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്തത്. ഇപ്പോൾ നമ്മൾ 40 ടൺ ലോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ അഴുക്കുകളെല്ലാം കൂടെ അവിടെ വന്ന് കൂടുന്നു. നേരത്തെ പറഞ്ഞല്ലോ എന്തെല്ലാം മാലിന്യങ്ങളാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇത് മുഴുവനും റെയിൽവേയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന മാലിന്യമാണോ? മറ്റെല്ലാ ഭാഗത്തു നിന്നും തിരുവനന്തപുരം നഗരത്തിൽ നടന്നു നോക്കൂ, ഏതെങ്കിലും തോടിൽ പോയി നോക്കൂ, എന്തുമാത്രം മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴുകി ചെല്ലുന്ന സ്ഥലമാണ് ഈ പറഞ്ഞത്. കാരണം അത് മോസ് ലൈനിൽ കൂടി പോയി അവിടുന്ന് റെയിൽവേ നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ കോഫി ഹൗസിൻ്റെ അടുത്തൂടെ പോയി റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ പോകുന്നു. അപ്പോൾ അവിടെയാണ് ബോട്ടിൽ നെക്ക്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അത് നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കണം. റെയിൽവേ ആണോ കോർപ്പറേഷനാണോ ഒന്നും തർക്കിക്കണ്ട. 2015 എന്താ ചെയ്തത്? ആരാണെന്ന് പോലും നോക്കിയില്ല. ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. അത് നമ്മളതൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് അതെല്ലാം ക്ലിയറായി. അന്നേരം ഇത് നിങ്ങളുടെയാണ് മറ്റൊരാളുടെയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ പോയില്ല. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനക്കരുത്തും വേണം, അത് ചെയ്യാനുള്ള താല്പര്യവും വേണമല്ലോ. അതാണ് പ്രധാനം. ഗായത്രി ബാബു, CPM കൗൺസിലർ. ഗായത്രി, ഇപ്പോൾ ശ്രീ ജിജി തോംസൺ പറഞ്ഞത് കേട്ടല്ലോ. ഈ മേയറുടെ ആദ്യ പ്രതികരണം, ഇപ്പോൾ രണ്ടാമത്തെ പ്രതികരണവും വന്നു, റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും വന്നു. ആദ്യ പ്രതികരണത്തിൽ തന്നെ പറയുന്നത് അതിൽ കണ്ടുകിട്ടിയ വേസ്റ്റ് കണ്ടാൽ അറിയാം റെയിൽവേയിൽ നിന്ന് പുറന്തള്ളുന്ന ട്രെയിനിൽ നിന്ന് പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണെന്ന്. എന്തൊരു ദുർബലമായ പ്രതികരണമാണ്. മാത്രമല്ല ഈ സമയത്ത് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ പാടുണ്ടോ? അതുകൂടാതെ ഈ ചാക്കിൽ കെട്ടിയ രീതിയിൽ തുണിയും പറയാൻ പറ്റാത്ത തരം മാലിന്യങ്ങളും എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ടുകിട്ടിയത്. കുന്നുകണക്കിന് ഒരാൾ പൊക്കത്തിലൊക്കെ ആ മാലിന്യം അവിടെ പാറ പോലെ ഉറച്ചു കിടക്കുന്നത് മുഴുവൻ ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്നതാണെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ റെയിൽവേ അവിടെ ഡംപ് ചെയ്യുന്നു എന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അല്ലാത്ത രീതിയിലും മാലിന്യം ഉണ്ട്. മാലിന്യ നീക്കം അല്ലാത്ത രീതിയിൽ എവിടെ നടക്കുന്നു? റെയിൽവേയുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ, ബാക്കി എല്ലായിടത്തും കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നുണ്ടെന്ന് പറയാനാകുമോ? എന്താണ് ഇതിന് പറയാനുള്ള മറുപടി? ശ്രീ ജിജി തോംസൺ പറഞ്ഞത് കൂടി ചേർത്ത് വേണം മറുപടി. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓപ്പറേഷൻ അനന്തയൊക്കെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ ഞാനാളല്ല. കാരണം ഞാൻ സർക്കാർ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധിയൊന്നുമല്ല. കോർപ്പറേഷൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ആദ്യം കാണേണ്ടത്, ഇവിടെ അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചു 200 ലോഡിലധികമോ 200 ടണ്ണിലധികമോ മാലിന്യം ജലാശയങ്ങളിൽ നിന്ന് അന്ന് നീക്കം ചെയ്തുവെന്ന്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ നീക്കം ചെയ്തത് 40 ടണ്ണിലധികം മാലിന്യമാണ്. അപ്പോൾ ഇത്രയും മാലിന്യം ജലാശയങ്ങളിലേക്ക് ഉണ്ടാകുന്നത് എങ്ങനെ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത് ജലാശയങ്ങൾ നശിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ നിന്നുള്ള മോചനം എങ്ങനെ ഒരു നഗരസഭ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിത്തന്നിട്ടുള്ള ഏറ്റവും വലിയ നഗരസഭയിലെ സംവിധാനം മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അദ്ദേഹത്തിനും അറിയുന്ന ഒരു കാര്യമായിരിക്കും. സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഒരു നഗരസഭ സ്വന്തമായി ഒരു വലിയ സംവിധാനം ഒരുക്കുന്നു. ഇവിടുത്തെ കക്കൂസ് മാലിന്യം മുഴുവൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു. എഫ്ലുവൻസ് മുഴുവൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അപ്പോൾ നമ്മുടെ ജലാശയങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകാതിരിക്കാൻ വേണ്ടി നഗരസഭ ചെയ്തിട്ടുള്ള ഈ ഒരു വലിയ പദ്ധതി വെച്ച് നിർത്തുകയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ജലാശയങ്ങളുടെ അടുത്ത് താമസിക്കുന്ന വീടുകൾക്ക് സെപ്റ്റിക് ടാങ്ക് സൗജന്യമായി പണിതു കൊടുക്കാം എന്ന തരത്തിലൊരു പ്രോജക്റ്റ് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നു. 2 കോടിയിലധികം രൂപ ചിലവാക്കി അത്തരത്തിൽ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ജലാശയങ്ങളെ സംരക്ഷിക്കാനാണ്. നഗരസഭയോ അല്ലെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മേയറോ 100% നഗരത്തിലെ മാലിന്യം മുഴുവൻ നഗരസഭ കൈകാര്യം ചെയ്യുന്നു, ഇതിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. ഒരിക്കലും അങ്ങനെ അവകാശപ്പെടാൻ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും, അതിനിപ്പോൾ ചീഫ് സെക്രട്ടറി അല്ല ആര് വിചാരിച്ചാലും
ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും 100% മാലിന്യ സംസ്കരണം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അത് ലോകത്തെവിടെയും അവകാശപ്പെടാൻ കഴിയില്ല. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം പിന്തുടരുന്ന ഒരു നഗരസഭയ്ക്ക് ഒരുപാട് പരിമിതികളും ഉണ്ടാവും. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു നഗരസഭയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ റെയിൽവേക്ക് കത്ത് കൊടുത്തു എന്നാണല്ലോ മേയർ പറയുന്നത്. റെയിൽവേ അത് ആദ്യം നിഷേധിക്കുന്നു, പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടാകാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. ശരി, ആ കത്ത് കൊടുത്തിട്ട് കാര്യം നടന്നില്ല എങ്കിൽ ചീഫ് സെക്രട്ടറി തലത്തിലേക്ക് ആലോചനകൾ പോകണം. ഇത് നടക്കുന്നില്ല എന്ന് യഥാസമയം അറിയിക്കുക, അതിന്മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇത് കത്ത് കൊടുത്തത് അവിടെ അവസാനിപ്പിച്ച് വേറെ പണിയിലേക്ക് പോവുകയല്ലല്ലോ വേണ്ടത്. ഇത് സമയാസമയങ്ങളിൽ നടത്തിയില്ലെങ്കിൽ ഇത് ഈ രൂപത്തിൽ അവിടെ അടിഞ്ഞുകൂടുമെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ തന്നെ മാലിന്യം പുറത്തെടുക്കുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. മാത്രമല്ല അവിടെ ഒരു പരിശോധന നടത്താൻ, വെള്ളത്തിലിറങ്ങി പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയാതെ പോകുന്നത് അവിടെ അത്ര ആ രൂപത്തിൽ പാറ പോലെ ഉറച്ചിരിക്കുന്നു മാലിന്യം എന്നുള്ളതാണ്. അത് ഒരാൾ പൊക്കത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നഗരസഭ ഒരു കത്ത് കൊടുത്ത് കടന്നു കളഞ്ഞു എന്നൊക്കെയുള്ള ഒരു വാദത്തിലേക്ക് നമ്മൾ പോകുന്നത് വളരെ തെറ്റാണ്. കാരണം നഗരസഭ നാൾവഴികൾ, കത്തിൻ്റെ നാൾവഴികളും നോട്ടീസിൻ്റെ നാൾവഴികളും ഒക്കെ ഈ 2 ദിവസം കൊണ്ട് എല്ലാവർക്കും അറിയുന്ന, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്ന ഒരു വസ്തുതയാണ്. 13/4/2024 ആദ്യം ഒരു പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തെ ഒരു കണക്ക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 13/4/2024 ആദ്യം കത്ത് കൊടുക്കുന്നത് നഗരസഭയല്ല, ഹൈക്കോടതിയുടെ വിധി പ്രകാരം LSGDയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു? ഹൈക്കോടതി ഒരു വിധി പറയുന്നു. എന്താ, റെയിൽവേക്ക് അത് ബാധകമല്ലേ? ഹൈക്കോടതിക്ക് മുകളിലാണോ ഈ നാട്ടിലെ ചീഫ് സെക്രട്ടറി? ഇനി ചീഫ് സെക്രട്ടറി പറഞ്ഞാലേ റെയിൽവേക്ക് പറ്റൂ, ഹൈക്കോടതി പറഞ്ഞാൽ പറ്റില്ല എന്നാണോ? ജലാശയങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ ജലാശയങ്ങൾ ഏതൊക്കെ ഭാഗത്തൂടി ഒഴുകുന്നോ ആ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് ഏത് മേഖലയുടെ കീഴിലാണ് വരുന്നതെങ്കിലും ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിലും അവരതിന് ഉത്തരവാദിത്തമുള്ളവരാണ് എന്നത് ഹൈക്കോടതി വിധിക്ക് വിധേയമായതിനു ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ റെയിൽവേക്ക് കഴിയില്ല, ഹൈക്കോടതി വിധി എടുക്കാൻ റെയിൽവേക്ക് കഴിയില്ല. അതിനൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ നഗരസഭയാണ് ഞങ്ങൾ. അപ്പോൾ ഈ നഗരസഭ അതിനുശേഷം 7-ാം തീയതി 17-ാം തീയതി ഒക്കെ കഴിഞ്ഞ മാസം കത്ത് നൽകുന്നു. അവരൊന്നും കഴിഞ്ഞ മാസം കത്ത് നൽകുന്നു, അവരനങ്ങുന്നില്ല. അതിനുശേഷം ഇപ്പം ഒരു റെയിൽവേക്ക് നഗരസഭ കത്ത് നൽകി ഉടനെ റെയിൽവേ അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞ ഉടനെ റെയിൽവേക്ക് ആക്ഷൻ എടുക്കുന്നു. അത് പോയി മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും പരാതി പറയുന്ന ഒരു രീതിയൊന്നും അല്ല നഗരസഭയുടെ. അത് സത്യം തന്നെയാണ്. അത്തരം രീതികൾ പിന്തുടർന്നിരുന്നെങ്കിൽ ഇന്ന് പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ എന്നുകൂടി നമ്മൾ കാണണം. ഏതായാലും റെയിൽവേ ലൈൻ പോകുന്നതിന് അടിയിലെ ഭാഗത്തെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ ആ വിഷയം നിൽക്കുന്നത്. ഗായത്രി, നേരത്തെ ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞൊഴുകിയ കഴിഞ്ഞ മഴയുടെ സമയത്ത് നഗരം മുഴുവൻ വെള്ളക്കെട്ടിലായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല എന്ന വലിയ ഇഷ്യൂ ഉന്നയിക്കുന്നു. അതിനുശേഷം ശുചീകരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല എന്നൊരു രീതിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാതിരുന്ന സന്ദർഭം വേറെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസ് പ്രതിനിധിയിലേക്ക്. രാജു പി നായർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും കണ്ടല്ലോ. ഇപ്പോൾ നഗരസഭയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതിവിടെ ഒരുമിച്ച് സഹകരിച്ച് ചെയ്താൽ മാത്രം നടപ്പാകുന്ന ചില കാര്യങ്ങളുണ്ട്. റെയിൽവേ ആ കാര്യത്തിൽ സഹകരിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ റെയിൽവേ അല്ല, പൂർണ്ണമായും നഗരസഭ തന്നെ ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? അല്ല, ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നില്ല. കാരണം മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ ഇതിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പല ഏജൻസികൾ, ഇപ്പോൾ റെയിൽവേ മാത്രമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മാത്രമോ എന്നല്ലല്ലോ, ഇറിഗേഷൻ, ഇപ്പോൾ ഇത് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മൈനർ ഇറിഗേഷൻ, PWD ഉൾപ്പെടെ ഒത്തിരി വകുപ്പുകളുടെ ഏകോപനം ഇതിനകത്ത് ആവശ്യമാണ്. അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ അത് കോർപ്പറേഷന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അതിനൊരു തദ്ദേശ വകുപ്പ് മന്ത്രിയുണ്ട്, അതിന് ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്. ശ്രീ ജിജി തോമസും തന്നെ ഇവിടെ ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച് സൂചിപ്പിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്ന് ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആവശ്യം വരുമ്പോൾ അവിടെ അത് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നഗരസഭ ഒരു കത്ത് കൊടുത്തിട്ട് അതിൽ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നഗരസഭ റെയിൽവേയുടെ കീഴിലേക്ക് തലയിലേക്ക് വെച്ചുകൊണ്ട് മാറുന്ന സമീപനം ശരിയല്ല. ഓപ്പറേഷൻ അനന്ത എങ്ങനെയാണ് നടന്നതെന്ന് ബഹുമാനപ്പെട്ട CPMൻ്റെ കൗൺസിലർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാം.
2023-24 സാമ്പത്തിക വർഷത്തിൽ തിരുവനന്തപുരം നഗരസഭ എത്ര കോടി രൂപയുടെ ബജറ്റാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്നത് എന്നും അതിൽ എത്ര രൂപ ചെലവാക്കി എന്നും അങ്ങേക്ക് പറയാമോ? ഞാൻ വഴങ്ങുകയാണ്, അങ്ങേക്ക് മറുപടി പറയാം. ഗായത്രി പറഞ്ഞോളൂ. മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എങ്ങനെ പോയാലും 75% മുകളിലാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇനി മറ്റൊരു ചോദ്യം ഞാൻ അങ്ങയോട് അല്ല, എനിക്ക് കൂടി പറയാം. പാത്രത്തിന് മറുപടി പറയാനല്ലോ ഞാൻ പൊസിഷനിൽ ഞാനും നമ്മളൊരു മനുഷ്യജീവൻ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ പരസ്പരം അടിയല്ല, പരിഹാരമാണ് ആരോഗ്യം. പറയട്ടെ. ചർച്ച കൊണ്ടുപോകുന്നത് ചോദ്യങ്ങളുണ്ടാകും, തിരിച്ചു ചോദിക്കാം. അതെ, ഗായത്രിയുടെ ചോദ്യം കൂടി ഉൾക്കൊണ്ട് പറയൂ ശ്രീ രാജു പി നായർ. ആയിക്കോട്ടെ. ശരി, എന്തായാലും ഗായത്രി പറഞ്ഞതിന് വെച്ച് ഞാൻ പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗായത്രി പറഞ്ഞത് 75% മേൽ ചെലവാക്കിയതാണ്. പക്ഷെ നിയമസഭയിൽ 10/6 തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട്, ശ്രീ എം വിൻസെൻറ്റിന്. അതിനകത്ത് പറയുന്നത് 2023-24 8,80,82,344 രൂപ ബജറ്റിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വകയിരുത്തി. ചെലവാക്കിയത് എത്രയെന്നറിയോ? 2,62,87,064 രൂപ. എങ്ങനെയാണ് ഗായത്രി ഇത് 75% ആവുന്നത്? 25% ആയിട്ടില്ലല്ലോ. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നീക്കി വെച്ച തുക, ആ തുക പോലും ചെലവഴിക്കാനായിട്ട് കഴിയാതിരുന്ന ഒരു നഗരസഭയാണ്. ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കോർപ്പറേഷന് തനത് ഫണ്ടുണ്ട്, കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുണ്ട്, കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുണ്ട്. ഇതിനു പുറമെ കോർപ്പറേഷനായും പിരിക്കുന്നതും ടാക്സ് ഇനത്തിൽ വരുന്ന ഫണ്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഫണ്ട് കോർപ്പറേഷന് ലഭിക്കുന്നുണ്ട്, സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് കോർപ്പറേഷൻ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ബഹുമാന്യനായ മന്ത്രി അവതരിപ്പിച്ച കണക്കിൽ പെടുന്നതാണോ? അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ തിരുവനന്തപുരം നഗരസഭ 8 വർഷങ്ങളിൽ ഓരോ വർഷവും എത്ര രൂപയാണ് വകയിരുത്തിയതെന്നും എത്ര രൂപ ചെലവഴിച്ചതെന്നും വാർഷികാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാവോ? അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റ് ചോദിച്ചൊരു ചോദ്യത്തിന് മന്ത്രി മറ്റൊരു ഉത്തരവാണെന്ന് പറഞ്ഞാൽ എനിക്കതിന് ഗായത്രിക്ക് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. പിന്നെ അതിനകത്ത് തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് സ്മൃതി. തിരുവനന്തപുരം നഗരത്തിലെ എത്ര ഓടകളുടെ നിയന്ത്രണമാണ് പ്രസ്തുത നഗരസഭയ്ക്കുള്ളതെന്നും 2024 എത്ര ഓടകൾ വൃത്തിയാക്കി എന്നും വിശദീകരിക്കാമെന്ന് ചോദിക്കുന്നു. അതിന് മറുപടി ഇങ്ങനെയാണ്: തിരുവനന്തപുരം നഗരസഭയിലെ 100 വാർഡുകളിൽ കൂടി 1029 ഓടകളുണ്ട്. ആയതിന് 2024 സാമ്പത്തിക വർഷം 879 ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 104 ഓടകളുടെ ശുചീകരണ പ്രവൃത്തി നടന്നു വരികയും ചെയ്യുന്നു. സ്മൃതി, 874 ഓടകൾ പൂർത്തിയാക്കിയത് നിയമസഭയിൽ മറുപടി പറഞ്ഞൊരു വിഷയത്തിൽ ഇന്ന് ശ്രീ ജിജി തോംസൺ ഇവിടെ പറഞ്ഞ പോലെ 200 ടണ്ണിനു മേൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഓട ഇവരുടെ കണ്ണിലേ പെട്ടില്ല. ഒരു പാവം മനുഷ്യൻ്റെ ജീവൻ അവിടെ ബലിയർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാക്കി 40 ടണ്ണ് മാറ്റാൻ. നിങ്ങൾ 2024 സാമ്പത്തിക വർഷം 879 ഓടകൾ വൃത്തിയാക്കിയെന്ന് പറഞ്ഞത് ഒന്നുകിൽ മന്ത്രി പറഞ്ഞത് കള്ളം, അല്ലെങ്കിൽ ആ പേരും കൂടി അവിടെ ഇനി അഴിമതി ആയോ എന്ന് കൂടി മാത്രം അന്വേഷിച്ചാൽ മതി. ഞാൻ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ സ്മൃതി, ഇത് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇത് കൊച്ചിയിലും കോഴിക്കോടും ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് ആളുകളുടെ ഉത്തരവാദിത്തം, പൗരന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ശരിയാണ്, പൗരന്മാർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വേണം. സർക്കാരുകളുടെ ഉത്തരവാദിത്തം നടപ്പാക്കണ്ടേ? സർക്കാരുടെ ഉത്തരവാദിത്തം നടപ്പാക്കുന്നുണ്ടോ? സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് 50 രൂപയും നഗരാതിർത്തിയിൽ അതിൽ കൂടുതലും ഹരിതകർമ്മസേനയ്ക്ക് നിർബന്ധിതമായിട്ടുള്ള പണം പിരിക്കുന്നു. ഞങ്ങൾ എതിരൊന്നുമല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ ഹരിതകർമ്മസേനയ്ക്ക് വേണം. പക്ഷേ അങ്ങനെ വീടുകളിൽ നിന്ന് കഴുകി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഈ സർക്കാർ സംവിധാനങ്ങൾ, നഗരസഭകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ ബ്രഹ്മപുരത്ത് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്.
വിളപ്പിൽശാലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ, കോഴിക്കോട് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയാലോ. അപ്പോൾ ഈ പൗരന്മാരെ ബോധവൽക്കരിക്കുന്നത് മാത്രമല്ല, അവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് അത് എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് എന്നുകൂടി നോക്കണ്ടേ? ഇതൊന്നുമില്ലാതെ ഒരു സിസ്റ്റമിക് ഫെയിലിയർ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇത് മനുഷ്യനെ കൊല്ലുകയും മനുഷ്യനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റവും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനാവശ്യമുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടന്നു, എവിടെ എത്തി? ഇപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത ഉണ്ടായി, വളരെ ഭംഗിയായിട്ട് ശ്രീ ജിജി തോംസൺ അത് കൈകാര്യം ചെയ്തതാണ്. പക്ഷേ ആ ജിജി തോംസൺ കൈകാര്യം ചെയ്ത ഓപ്പറേഷൻ അനന്ത പിന്നീട് വന്നപ്പോൾ എന്തു സംഭവിച്ചു? ഇനി ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വേണേ പോവാം. കഴിഞ്ഞ 8 വർഷത്തെ കണക്കുണ്ട്. ആ 8 വർഷം രാജു, അതിലേക്ക് വരാം. ശരി, ആയിക്കോട്ടെ. ശ്രീധർ രാധാകൃഷ്ണൻ, ദിവസക്കൂലിയായി 1500 രൂപയ്ക്കാണ് ഈ മലവും മാലിന്യം നിറഞ്ഞ ഓടയിലേക്ക് ഈ ജോയ് എന്ന ആൾ ഇറങ്ങിയത്. 1500 രൂപയ്ക്ക്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പറയുന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, പ്രായോഗികമായ ചില കാര്യങ്ങൾ നടപ്പാക്കി കാണിച്ച ഒരു വ്യക്തി കൂടി നമ്മുടെ ചർച്ചയിലുണ്ട്. താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? റെയിൽവേക്ക് ഇതിലുള്ള ഉത്തരവാദിത്തം എത്രത്തോളമാണ്? റെയിൽവേക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. എനിക്ക് ഇതൊന്ന് ഞാൻ അടുക്കി പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്കിപ്പോൾ ഇത് ഈ ആമയിഴഞ്ചാൻ തോട് എന്നാണ് പറയുന്നതെങ്കിലും ആമയിഴഞ്ചാൻ തോടിലേക്ക് കണക്ട് ചെയ്യുന്ന വരുന്ന ഈ പഴവങ്ങാടി തോട് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു പേര്. അത് പോട്ടെ, ഈ പഴവങ്ങാടി തോട് അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോട് ഒഴുകി ചെന്നിട്ട് നമ്മുടെ ഈ റെയിൽവേയുടെ ടണലിൻ്റെ അടിയിൽ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ പോയിട്ട് നമ്മുടെ പഴവങ്ങാടിയിൽ വന്ന് ജോയിൻ ചെയ്ത് അവിടുന്ന് അവിടുന്ന് നമ്മുടെ കണ്ണമൂല ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നിട്ടാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇത് ചേരുന്നത്. അതുപോലെ രണ്ട് തോടുകൾ കൂടെ ഉണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തോടിൻ്റെ ഈ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ തോട് വളരെ ക്രിട്ടിക്കലാണ്. അതായത് തിരുവനന്തപുരത്തെ എല്ലാ തോടുകളുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആമയിഴഞ്ചാൻ തോടിന് അല്ലെങ്കിൽ ഈ പഴവങ്ങാടി തോടിന് വളരെ വലിയൊരു പ്രാധാന്യമുള്ളത് തമ്പാനൂരിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരേ ഒരു തോടാണ്, അല്ലെങ്കിൽ ഇറക്കി വിടുന്ന ഒരേ ഒരു തോടാണത്. ആ തോടിലേക്ക് ഒരുപാട് മറ്റ് ഓടകളും എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇതിനൊരു ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2021 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠനവുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പഠനമാണ്. അതിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോട് ഇവിടെ വന്നിട്ട് കോർപ്പറേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പി വെച്ച് അടച്ചിട്ടുണ്ട്. അതിനപ്പുറത്തുള്ളത് റെയിൽവേയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഈ റെയിൽവേയുടെ ഭാഗത്തും ഇതെല്ലാം പ്ലാസ്റ്റിക് ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ടണൽ എന്ന് പറയുന്നത് കെട്ടിയിരിക്കുന്ന രീതി കണ്ടോ? അത് ഇപ്പുറത്തായാലും അത് നമ്മൾ ആ ടണലിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ, റെയിൽവേയുടെ അടിയിലൂടെ പോകുന്ന ടണലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പരാതി പറയുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അത് അങ്ങേറ്റം അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ അതിന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നതിനും വളരെ വലുതാണത്. എന്ന് പറഞ്ഞാൽ ഈ ടണൽ ഒരു കാരണവശാലും ഈ വെള്ളത്തെ കടത്തിവിടാൻ പറ്റില്ല, അത്രമാത്രം വെള്ളവും വരുന്നുണ്ട് ഇപ്പോൾ. ഇത് ഇവിടെ മാത്രമല്ല, ഈ റോഡിൻ്റെ സൈഡ് നോക്കുക, ഇന്ത്യൻ കോഫി ഹൗസ് എന്നും ഇതിൻ്റെ ഇടയ്ക്കുള്ള റോഡിൻ്റെ എവിടെയാണ് ഈ തോട് പോകുന്നത്? റോഡിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ്. ആ അടിയിൽ കൂടെ പോകുന്ന തോടും ഇതേ കണ്ടീഷനാണ്. വന്ന് പ്ലാസ്റ്റിക് അടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അപ്പുറത്ത് ഇളക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് ഇളക്കുന്നതിനെ കുറിച്ചും കൂടെ ആലോചിക്കണം. നമ്മൾ ഇപ്പുറത്തുനിന്ന് നോക്കിയതാണ് ഈ ബ്രിഡ്ജിൻ്റെ അടച്ചു വെച്ചേക്കുന്നതിൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ വേസ്റ്റ് ഈ പറഞ്ഞ 7-ാം തീയതി നോട്ടീസ് കൊടുത്തു, 17-ാം തീയതി നോട്ടീസ് കൊടുത്തു, അത് കഴിഞ്ഞ് 29-ാം തീയതി കളക്ടർ നോട്ടീസ് കൊടുത്തു, അത് കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം ഈ ദുരന്തമുണ്ടാവുന്നു. ആ ദുരന്തമുണ്ടാവാൻ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഈ റോഡിൻ്റെ സൈഡിലേക്കുള്ള ആ ഭാഗത്ത് വേസ്റ്റ് ഇല്ലേ? അവിടെയും വേസ്റ്റ് ഉണ്ട്. അവിടെയും ഇതേപോലെ അടിഞ്ഞു കൂടി കിടക്കുകയാണ് കട്ടിക്ക്. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അശേഷം ഇല്ലാത്തതിൻ്റെ ഒരു ക്ലിയർ സിംറ്റമാണ് നമ്മൾ അവിടെ കണ്ടതെന്നുള്ളതാണ്. രണ്ടാമത്, ആ ടണൽ
നെക്കുറിച്ച് ഞാൻ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2021 എല്ലാ തിരുവനന്തപുരത്ത് ആ ഫ്ലഡുമായിട്ട് ടൊക്കട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പഠനം നടക്കുന്നത്. എല്ലാ തോടുകളെയും അവർ വിശദമായിട്ട് പഠിക്കുകയും ഇത് 15 അനന്തയുടെ പ്രോജക്റ്റിനകത്ത് ഇതേപോലെ വലിയൊരു പഠനം നടത്തിയിട്ടാണ് ഇൻ്റർവെൻഷൻ നടത്തുന്നത്. അത് ജിജി തോമസ് സാർ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ പഴമാടി തോടിനെ കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ വായിക്കാം. 3 വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അണ്ടർ ദ കവർ ഓഫ് നൈറ്റ് anti-social elements are dumping a lot of waste into the Tod. At present condition, day by day cleaning is required. Irrigation Department report. Randamata point. The major cause of flooding in Tambanur area is due to the choking of the tunnel passing under the central railway station. Moonamata point critical. A new tunnel is needed through this railway compound. നമ്മൾ വെറുതെ മുറിവിന് ഈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കാൻ. ആ അസുഖം മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. 2021 വന്ന ഈ റിപ്പോർട്ട് 24 ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ റിപ്പോർട്ട് വരെ കാണുന്നത്. ഈ റിപ്പോർട്ട് ഇതുവരെ എടുത്തു വെച്ച് നോക്കിയിട്ടില്ല, ഇപ്പോഴും നോക്കിയിട്ടില്ല കേട്ടോ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടാണ്. ഇത് നടപ്പാക്കാനായിട്ട് അന്ന് തന്നെ 412 കോടി ലക്ഷവും 413 ലക്ഷവും, അതായത് 4-4.5 കോടി എല്ലാം കൂടെ 8-8.5 കോടി രൂപയുടെ അടങ്കൽ വിട്ടിട്ട് 3 മാസം കൊണ്ട് ഈ പണി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്നും നടന്നിട്ടില്ല. രണ്ടാമത്തെ എൻ്റെ കണ്ടൻഷൻ ഞാൻ പറയട്ടെ. ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേക ഗവർണൻസുമായിട്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേക സൂക്കെടുപ്പുണ്ട്. അത് ഗവൺമെൻറ്റിന് കൃത്യമായി പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും അത് ബാധിക്കുന്നുണ്ട്. എന്താണ് ആ സൂക്കേട്? ആരെങ്കിലും മരിച്ചാൽ മാത്രമേ നടപടി എടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് റോഡിലെ കുഴിയായാലും കൊള്ളാം, മറ്റേ ഓടയിലെ സ്ലാബ് ഇളവി കിടക്കുന്നതായാലും കൊള്ളാം, ഒന്ന് വീണ് ചാവണം. വളരെ ക്രൂരമായും വിഷമത്തോടെയും പറയുകയാണ്. അതാണ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അത് ഞാൻ രാഷ്ട്രീയക്കാരെ ബ്യൂറോക്രസിയെ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് കുറ്റം പറയില്ല. ഈ ഹോൾ സിസ്റ്റം ഇന്ന് ഗവർണൻസ്, മുഖ്യമന്ത്രി തൊട്ട് താഴോട്ട് മേയർ തൊട്ട് ഉദ്യോഗസ്ഥരോട്ട് എല്ലാവരും ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. ആ രീതി എന്താണ്? എന്തെങ്കിലും ഒരു ഈ കൺസ്ട്രക്ഷനുമായിട്ടോ നമ്മുടെ ഫെസിലിറ്റീസുമായിട്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു കുഴി റോഡിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വേസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, ആക്ട് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അവിടെ വീട് ചാവണം. അൺഫോർച്ചുനേറ്റാണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പ്രധാന പോയിന്റ്, ഇത് നമ്മുടെ കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. 2015 നമ്മളുടെ ഈ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടിയിട്ട് തിരുവനന്തപുരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 2015 VK പ്രശാന്ത് എന്ന് പറയുന്ന ഒരു മേയർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യർ അസലായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ടും അന്ന് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലത്തെ ഒരാളുടെ ബാക്കപ്പ്, നല്ല സ്ട്രോങ് ബാക്കിംഗ് കൊടുത്തത് കൊണ്ടും ഒരു 3-4 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മാതൃകാപരമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം തന്നെ, ഒരു ഫിലോസഫിയും ഉണ്ടായി. അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള സിസ്റ്റംസും ബിൽഡ് ചെയ്ത് MRFും RRFും മിനി MRFസും ഒക്കെ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിയതാണ്. ആ എത്തിയതിനെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയും ഇപ്പോൾ വന്നിട്ടുള്ള മേയർ അടക്കമുള്ളവർ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ടാണോ അതേ ഒരു നെഗ്ലിജൻസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃത്യമായിട്ട് ഈ മാതൃകാപരമായിട്ടുള്ള ലോകോത്തര രീതിയിൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഈ സംവിധാനത്തിനെ പൊളിച്ചടുക്കുകയാണ്, ഒരു സംശയവുമില്ല. ഭാഗ്യവശാൽ ഇപ്പോൾ ഗായത്രി ബാബു ഈ ചർച്ചയിലുണ്ട്. ഗായത്രി ബാബു ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിനെ കുറച്ചെങ്കിലും റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഉള്ളത് പറയണമല്ലോ, കുറച്ചെങ്കിലും റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഗായത്രി ബാബുവിന് ഇത് കുറച്ചെങ്കിലും ചെയ്ത് പരിചയം മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷീ ഈസ് കൺസേൺഡ്, അതുകൊണ്ട് ഇത് നടക്കുന്നുണ്ട്. പക്ഷേ മേയർ ഒരു അട്ടർ ഫെയിലിയറാണ് എന്ന് സങ്കടത്തോടെ വിഷമത്തോടെ പറയേണ്ടി വരും. ഇറ്റ് വാസ് എ ബാഡ് എക്സ്പെരിമെന്റ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണം ഏത് രൂപത്തിലായിരുന്നു എന്നടക്കം നമ്മൾ കണ്ടതാണ്. അത് പല വിഷയങ്ങളിലുമുണ്ട്, നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. ശരിയാണ്. ശ്രീ അനിൽ തിരുമല, BJP കൗൺസിലർ അനിൽ തിരുമല. അതെ സ്മൃതി, നാലാമത്തതും ഫൈനൽ പോയിന്റ്. ശരി, അല്ലെ ഒരു ഫൈനൽ പോയിന്റ്. ശരി, പറഞ്ഞോളൂ. ഓപ്പറേഷൻ അനന്ത കേരളത്തിൽ നിർബന്ധമായും കൊണ്ടുവരണം. തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത ഹാസ് ടു ബി, അത് തിരിച്ച് റിവൈവ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനൊരു ഷോർട്ട് കട്ട് ഇല്ല. നമ്മുടെ തോടുകൾ എന്താണ് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് 2021 ഇറിഗേഷൻ റിപ്പോർട്ടുണ്ട്. 2015 ഇവർ നടത്തുമ്പോഴത്തേക്കും അവർക്കുണ്ടായിട്ടുള്ള ജിജി തോമസനും ബിജു പ്രഭാകറും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ട്. നമുക്കിതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല.
ഇത് ചെയ്യണം എന്നുള്ളതും ഇനി ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ നന്നായിരിക്കും. ശരി, അനിൽ തിരുമല, ഇതിലിപ്പോൾ രാഷ്ട്രീയം തന്നെയാണോ താങ്കൾ കാണുന്നത്? നഗരസഭയ്ക്ക് പരിമിതികളുണ്ട് എന്നിപ്പോൾ ഗായത്രി പറയുന്നു. ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങളും താങ്കൾ കേട്ടിരിക്കും. റെയിൽവേയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്മൃതി, മറ്റുള്ളവർക്ക് കൊടുത്ത സമയം എനിക്കും തരണമെന്ന് ആദ്യമേ തന്നെ ഞാൻ അഭ്യർത്ഥന നടത്തുകയാണ്. ഇവിടെ കഴിഞ്ഞ 34 മണിക്കൂറായിട്ട് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഞാൻ ഇന്നലെ ഈ സംഭവം നടന്ന സമയം മുതൽ ഇന്നിപ്പം ഈ സമയം വരെയും ഞാൻ തമ്പാനൂർ കേന്ദ്രീകരിച്ചുള്ള ഒരാളാണ്. മേയറും മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരുമുണ്ട്. ഇവിടെ ഇന്നലെ മുതൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണാധികാരികൾ റെയിൽവേയെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയാണിത് നടത്തേണ്ടതെന്ന് ഒരു പരാമർശം നടത്തുകയും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരുടെയെങ്കിലും ചുമലിൽ ഈ കാര്യങ്ങൾ വയ്ക്കാനുള്ള ഒരു വ്യഗ്രത കാട്ടുന്നതായിട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ ഇങ്ങനെ മേയറും മറ്റ് ഭരണാധികാരികളുമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. വാസ്തവത്തിൽ റെയിൽവേക്കാണ് ഇനി ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് ആരാണ്? ഇപ്പോൾ ഇവിടെ ശ്രീമതി ഗായത്രി ബാബു ഈ ചർച്ചയിൽ ഉണ്ട്. അവർ ആരോഗ്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 13 കിലോമീറ്റർ നീളത്തുള്ള ആമേഴിഞ്ചാൻ തോടിൽ റെയിൽവേയുടെ ഭാഗം വരുന്നത് വെറും 117 മീറ്ററാണ്. ആ 117 മീറ്ററിൻ്റെ അടിഭാഗത്തുള്ള വേസ്റ്റ് കൊണ്ടാണോ തലസ്ഥാന നഗരത്തിൽ ഇത്രയധികം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇനി അത്തരത്തിൽ റെയിൽവേയുടെ അടിഭാഗത്ത് മാലിന്യം ഡംപ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? തലസ്ഥാന നഗരസഭയ്ക്കൊരു ഹെൽത്ത് വിഭാഗമില്ലേ? അത് കണ്ടുപിടിക്കാൻ ഒരു ഹെൽത്ത് ഓഫീസർ ഇല്ലേ? ഹെൽത്ത് സൂപ്പർവൈസർമാരില്ലേ? എന്താണ് അവരുടെ ജോലി? അത്തരത്തിൽ റെയിൽവേയുടെ അനാസ്ഥയെക്കുറിച്ച് അവർ പറയുന്നത് എന്താണ്? കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ എന്താണ് ഡിവിഷണൽ മാനേജർ പറയുന്നത്? അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നവർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ഇവിടെ വാഗ്വാദങ്ങളാണ്. എന്താണ്? കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് റെയിൽവേയുടെ ചുമലിൽ വെച്ചിട്ട് ഇവർ ഒഴിഞ്ഞു മാറാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ആമേഴിഞ്ചാൻ തോടിൻ്റെ ഈ പറയുന്ന റെയിൽവേയുടെ ഭാഗത്തിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രി കൊണ്ട് കോർപ്പറേഷൻ്റെ അധീനതയിൽ വരുന്ന ഭാഗത്തു നിന്ന് എത്ര ലോഡ് മാലിന്യമാണ് മാറ്റിയത് എന്ന് സ്മൃതി ദൃശ്യമാധ്യമങ്ങളെ സ്മൃതി കണ്ടതാണല്ലോ. അപ്പോൾ ഈ ആമേഴിഞ്ചാൻ തോടിലൂടെ വരുന്ന ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ നഗരസഭ മാത്രം അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യ പരിഗണന അല്ലെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ തലസ്ഥാന നഗരസഭയിലുള്ള ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ഗായത്രി ബാബു അവിടെ ഉണ്ടല്ലോ. എത്ര പ്രാവശ്യം നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന് പറഞ്ഞു. ആ കൗൺസിൽ യോഗം ഫലപ്രദമായി നടത്താൻ സാധിക്കുമോ? ധാർഷ്ട്യം നിറഞ്ഞൊരു ഭരണസമിതിയല്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തുന്ന ഭരണസമിതിയല്ലേ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്? ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ മുമ്പിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ മറുപടി എന്താണ്? PWDയുടെ അധീനതയിലുള്ള ഓടകളുണ്ട്, മൈനർ ആൻഡ് മേജർ ഇറിഗേഷൻ അവരുടെ അധീനതയിലുള്ള ഓടകളുണ്ട്, റോഡ് ഫണ്ട് ബോർഡിൻ്റെ അധീനതയിലുള്ള ഓടുകളുണ്ട്. സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിൽ പരാജയപ്പെട്ടിരിക്കുകയല്ലേ ഇവിടെ അവസാനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ചെയ്യേണ്ട ജോലി ചെയ്യണമെന്ന് പറയുകയും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആമേഴിഞ്ചാൻ തോട് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതല്ലേ, ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ലേ? സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടത്തി ഇത്തരം തോടുകളുടെ അല്ലെങ്കിൽ ഇത്തരം ജലസ്രോതസ്സുകളിലുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിന് സമ്പൂർണമായ പരാജയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുകൂടി ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടന്നോ? മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വകുപ്പുകൾ തന്നെ മുന്നോട്ട് വന്നോ? ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് സർക്കാർ പണം അനുവദിച്ചിട്ടില്ല, പണം അനുവദിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പിന്നീട് സംഭവിച്ചത് എന്താണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിലേക്ക് ഇതുപോലുള്ള വലിയ തോടുകൾ, ആമയിഴിഞ്ഞാൻ തോട് പോലെ, പാർവതി പുത്തനാറ് പോലെ, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു.
ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ കുറച്ച് റവന്യൂ കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും, കുറേ കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷെ ഞാനിവിടെ ആരോപിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തലസ്ഥാന നഗരസഭയാണ്. ആ തലസ്ഥാന നഗരസഭയും ഗവൺമെന്റും ഇതിൽ കൂട്ടുത്തരവാദികളാണ് എന്ന് റെയിൽവേയുടെ പങ്ക് കൂടി ആ ഉത്തരവാദിത്തത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് താങ്കൾ പറയണം ശ്രീ അനിൽ തിരുമല. അല്ലാത്ത ഭാഗത്തൊന്നും മാലിന്യം എടുക്കുന്നില്ലല്ലോ എന്ന് താങ്കൾ പറയുമ്പോൾ ആ 117 മീറ്റർ എന്ന ഭാഗം പ്രധാനമാണ്. അതെ, ഞാൻ അതിലായിട്ടാണ് വരുന്നത് സ്മൃതി. 117 മീറ്റർ അടിഭാഗത്ത് റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? ഈ മാലിന്യം നീക്കം ചെയ്യേണ്ടത് കോർപ്പറേഷനാണോ റെയിൽവേ ആണോ എന്നെന്തെങ്കിലും കരാറോ അവർ തമ്മിൽ കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു അപകടം നടന്ന സമയത്തല്ലേ ഈ ചർച്ച വന്നത്? എത്രയോ നാളുകളായിട്ട് ഈ 117 കിലോമീറ്ററിന്റെ അടിഭാഗത്ത് മാലിന്യം ഇങ്ങനെ വലിയ ഒരാൾപ്പൊക്കത്തിൽ മാലിന്യമുണ്ട് എന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് റെയിൽവേ പറയണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, റെയിൽവേ അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് അല്ല ഇരിക്കട്ടെ, റെയിൽവേ അങ്ങനെ ആവശ്യപ്പെട്ട് ഇവർ പറയുന്ന ചട്ടമുണ്ട്, ഒരു നിയമമുണ്ട്. അതെ, ഞാൻ പറയുന്നത് റെയിൽവേ ഒരു പക്ഷേ അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചെന്നിരിക്കട്ടെ സ്മൃതി, ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ജില്ലാ കളക്ടർക്ക് ഇടപെടാനുള്ള അധികാരമില്ലേ? എവിടെയാണ് ജില്ലാ കളക്ടർക്ക് ഇടപെടാൻ അധികാരമില്ലാത്തത്? എന്തുകൊണ്ട് ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് ഇത്രയും വലിയൊരു ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പോൾ ഒരു അപകടം വരുന്ന സമയത്ത് ആരുടെയെങ്കിലും ചുമലിൽ പഴിചാരി തങ്ങളുടെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്ന് തങ്ങളെല്ലാം കേമന്മാരാണെന്നും മറ്റുള്ളവർ ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണെന്നും ആരോപിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ പറയുന്നത്. ഇനി റെയിൽവേയുടെ ഭാഗത്ത് അങ്ങനെ അനാസ്ഥയുണ്ടെന്ന് ഇരിക്കട്ടെ, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം നിയമങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപകടം വരുമ്പോൾ മാത്രമാണോ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നത്? ഇത് വളരെയധികം മോശമായി പോയി. തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ബാലിശമാണ്. നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുകയുമില്ല. ഗായത്രിക്ക് വിശദമായി തന്നെ മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുമായി നഗരസഭയ്ക്ക് ഒരു കരാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ നഗരസഭയുമായി സഹകരിക്കുന്ന മാതൃകകളുണ്ടോ എന്നുള്ള സംശയം കൂടി ഉണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾ മുമ്പ് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് റെയിൽവേ പറയുന്നു. ഇപ്പോൾ ആവശ്യം വന്നിട്ടില്ല എന്നാണ് വിശദീകരിച്ചത്. താങ്കൾക്ക് പറയാം. ആദ്യം ഞാൻ ശ്രീമതി സ്മൃതി അവതാരിക സൂചിപ്പിച്ച കാര്യം പറയാം. 2018 നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ക്ലീനിങ് നടത്തുന്നത്. ആ ക്ലീനിങ് നടത്തുന്ന സമയത്താണ് അന്നത്തെ മേയറായിരുന്ന ശ്രീ വി.കെ. പ്രശാന്ത് അടക്കമുള്ളവർ ഈ അടുത്തും സൂചിപ്പിച്ചത് അതിൻ്റെ പേരിൽ കേസ് കൊടുത്തു എന്നത്. ഇന്ന് മറുപടി നൽകുന്നതിനിടയിൽ ADRM പറഞ്ഞത് ഞങ്ങളങ്ങനെ ആരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ADRM എന്ന് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞാലൊന്നും കാര്യം നടന്നതില്ലാതെയാവില്ല. 2018 അങ്ങനെ ഒരു മേയർ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ കേസ് കൊടുത്തൊരു വകുപ്പിൻ്റെ മേധാവിയാണ് അവർ. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ഇവിടെ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീമാൻ തിരുമല അനിൽ സൂചിപ്പിച്ചു 13 കിലോമീറ്റർ അല്ല ആദ്യം തന്നെ ആമയിഴഞ്ചാൻ തോട്. അതിലെ 117 മീറ്റർ മാത്രമുള്ള സ്ഥലത്തെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? 117 മീറ്ററിനകത്തല്ലേ ഏറ്റവും വലിയ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത്? നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ 117 മീറ്ററെ കുറിച്ചല്ലേ? എന്തുകൊണ്ട് അത് മാത്രം ചർച്ചാ വിഷയമായി? എന്തുകൊണ്ട് 13 താങ്കൾ അവകാശപ്പെടുന്ന 13 കിലോമീറ്റർ? എൻ്റെ അറിവിൽ 6.8 കിലോമീറ്ററേ ഉള്ളൂ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്, നഗരസഭ പരിധിയിൽ വരുന്ന ആമയിഴഞ്ചാൻ തോട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മേജർ ഇറിഗേഷനുമാണ്. അതൊക്കെ ഇരിക്കട്ടെ, മേജർ ഇറിഗേഷനാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളതെന്നൊക്കെ ഇവിടെ ആരും ചർച്ചാ വിഷയം പോലും ആക്കുന്നില്ല. ഇത് പൂർണ്ണമായും നഗരസഭയാണ് എന്ന തരത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അത് ഇരിക്കട്ടെ. ഈ 117 മീറ്റർ എന്താ നിസ്സാരമാണോ? 117 മീറ്റർ ഈ നേരത്തെ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ കൂടിയായ ശ്രീമാൻ ശ്രീധർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ 117 മീറ്ററിനകത്ത് വരുന്നതാണ് ആ ടണൽ. ആ ടണലിൻ്റെ വിഷയമാണ് അദ്ദേഹം നേരത്തെ വായിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. മേജർ കോസസ് ഡ്യൂ ടു ദി ടണൽ ബ്ലോക്കേജ് വിച്ച് കംസ് അണ്ടർ ദി റെയിൽവേ. അപ്പോൾ എന്തുകൊണ്ട് ആ ടണലിൻ്റെ ഭാഗത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡൈവേഴ്സ് നേവിയുടെ ആയാലും മറ്റേ
സ്കൂബ ഡൈവേഴ്സ് ആയാലും അവർ പറയുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവരുടെ പുറകിലുള്ള ഓക്സിജൻ സിലിണ്ടർ ടണലിനകത്തേക്ക് പോകുന്നില്ല. ടണലിൻ്റെ ചുമര് കാരണമല്ല, ടണലിൻ്റെ ചുമരിൽ ഒട്ടിയിരിക്കുന്ന മാലിന്യം കാരണമാണ്. ഇനി ഈ 117 മീറ്ററിൻ്റെ ആരംഭത്തിൽ നഗരസഭാ മാലിന്യം മാത്രമാണ് ഒഴുകുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലെന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, 117 മീറ്ററിൻ്റെ ആരംഭത്തിൽ നഗരസഭ ഒരു ട്രാഷ് ബൂം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ പ്ലാസ്റ്റിക് ഫിഷർ എന്ന് വിളിക്കും. മാലിന്യം അങ്ങ് അറ്റം വരെ കടൽ വരെ എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ തടഞ്ഞു പിടിക്കുന്ന ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാഷ് ബൂമിൽ തടഞ്ഞിട്ട് അതിന് ശേഷമുള്ള മാലിന്യം മാത്രമേ ഈ 117 മീറ്ററിലേക്ക് കടക്കുന്നുള്ളൂ. അതിനിടയിൽ തന്നെ നമ്മളൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നഗരസഭയുടെ ഇൻകോട്ട്സ് മാലിന്യം ഈ 117 മീറ്ററിനകത്തേക്ക് കയറുന്നത് എത്ര ചുരുക്കമായിരിക്കും എന്നത് നമുക്ക് ആ പ്രദേശം സന്ദർശിച്ചവർക്ക് മനസ്സിലാവും. എങ്ങനെ ഈ 117 മീറ്ററിൽ മാത്രം ഈ മുഴുവൻ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം വന്നടിയുന്നു? അതിൻ്റെ ലോജിക്ക് എന്താണ്? അപ്പോൾ ഈ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഈ ഭൂമിയിലെ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗത്ത് മാത്രം ഇത്രയധികം മാലിന്യം വന്ന് പതിക്കാനുള്ള കാരണം കോർപ്പറേഷനാണ് എന്ന് പറയുന്നതിൽ എന്താണ് ലോജിക്ക്? റെയിൽവേയുടെ മാലിന്യ സംസ്കരണ സംവിധാനം എന്താണ്? ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇത് പരിശോധിക്കേണ്ടതല്ലേ? ആ വിഷയത്തിലേക്കൊന്നും കോർപ്പറേഷൻ ഇപ്പം ആദ്യത്തെ ഘട്ടത്തിൽ കടക്കാതിരുന്നത് നമ്മുടെ മുന്നിലുള്ള വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ മുന്നിൽ ഒരു സാധാരണക്കാരനായ തൊഴിലാളി ദിവസവേതനത്തിന് വേണ്ടി അവിടെ ഇറങ്ങേണ്ടി വന്നു എന്നതാണ് നമ്മുടെ മുന്നിലെ വിഷയം. ഒരാളെ ഒരു ഗ്ലൗസോ ബൂട്ടോ പോലും നൽകാതെ റെയിൽവേ നഗരസഭയല്ല, നഗരസഭയുമായി യാതൊരു കരാറും റെയിൽവേക്കില്ല. ഞാനത് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. റെയിൽവേ ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകുന്നു. എങ്ങനെ ആ കരാർ നൽകി? ടെൻഡർ വിളിച്ചാണോ? എന്ത് അടിസ്ഥാനത്തിൽ ആ കരാർ നൽകി? ഇവിടെ 2 ദിവസമായി ഇത്രയും വലിയ സംവിധാനങ്ങൾ യോജിച്ച് പ്രവർത്തിച്ച് നീക്കം ചെയ്യാൻ കഴിയാത്ത മാലിന്യ കൂമ്പാരത്തെ നീക്കം ചെയ്യാൻ 3 സാധാരണ മനുഷ്യരെ ബൂട്ടും ഗ്ലൗസും പോലും നൽകാതെ ഇറക്കി നിർത്തിയ റെയിൽവേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കണം എന്ന് ശ്രീമാൻ തിരുമല അനിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് രാഷ്ട്രീയവൽക്കരണം. ഇത്തരം സംഗതികളുടെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഞാൻ മറുപടി തരുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഹരിതകർമ്മസേനയെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ അത് സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീമാൻ രാജു പി നായർ, അദ്ദേഹം നേരത്തെ ഇവിടെ ജയിക്കാൻ വേണ്ടി ഉന്നയിച്ച ചില കണക്കുകളുണ്ടല്ലോ, ആ കണക്കുകൾ അദ്ദേഹം എഴുതി വെച്ച പേപ്പറും അതിനായി ഉപയോഗിച്ച പേനയും അടക്കം വലിച്ചെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നിസ്സാരം 100 രൂപയ്ക്ക് എടുത്തുകൊണ്ടുപോയി MCF-ൽ കൊണ്ടുപോയി, നഗരസഭ ഒരുക്കിയ MCF-ൽ കൊണ്ടുപോയി തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് നല്ലതും ചീത്തയുമായി തരംതിരിച്ച് അത് ക്ലീൻ കേരള കമ്പനി അടക്കമുള്ള നഗരസഭ അംഗീകരിച്ച PCB അടക്കം നോക്കി അംഗീകരിച്ച റീസൈക്ലേഴ്സിന് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള റീസൈക്ലേഴ്സിന് കൈമാറുന്ന ആളുകളാണ് ഹരിതകർമ്മസേന. അവരൊക്കെ നിർബന്ധിച്ച് പൈസ കൊടുക്കുന്നതിൽ അങ്ങേക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങയടക്കമുള്ള ആളുകൾ മാലിന്യം കൃത്യമായി കൈകാര്യം ചെയ്താൽ, അങ്ങൊരു പക്ഷേ ചെയ്യുന്നുണ്ടാവാം, അങ്ങടക്കമുള്ള ആളുകൾ ഈ തിരുവനന്തപുരം നഗരവാസികൾ മാലിന്യം കൃത്യമായി കൈകാര്യം ചെയ്താൽ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇത് പോകില്ല. ഇനി കൃത്യമായി എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യാം? നഗരസഭ ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോയേ മതിയാകൂ. അത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൽ ജൈവ മാലിന്യം പൂർണ്ണമായി ഉറവിടത്തിൽ സംസ്കരിക്കണമെന്നാണ്. എന്നാൽ നമ്മുടെ നഗരത്തിൽ പലയിടങ്ങളിലും പല ആളുകളും ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനെതിരാണ്. ശ്രീമാൻ തിരുമല അനിൽ പ്രതിനിധാനം ചെയ്യുന്ന BJP കൗൺസിലർമാരെല്ലാം ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുന്നതിനെതിരാണ് എന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയും. കാരണം പല ആവർത്തി അവർക്ക് ഈ പറയുന്ന കൗൺസിലിൽ മറുപടി പറയേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ കിച്ചൺ ബിൻ അടക്കമുള്ള പൈപ്പ് കമ്പോസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് ജനങ്ങൾ മാറാതെ 400-500 രൂപ കൊടുത്ത് അനധികൃതമായി എല്ലാ മാലിന്യവും കൂട്ടിക്കെട്ടി ഒരു കവറിൽ നൽകുമ്പോൾ ആ കവറിലെ മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്യാത്ത മാലിന്യം, തരം തിരിക്കാത്ത മാലിന്യം സംസ്കരിക്കാൻ ലോകത്തെവിടെയും സംവിധാനമില്ല, ലോകത്തെവിടെയും ശാശ്വതമായ ഒരു സംവിധാനമില്ല. ആ സെഗ്രിഗേറ്റ് ചെയ്ത മാലിന്യമാണ് ആമയിഴഞ്ചാൻ തോടുകളിലേക്ക് പോവുക. അതിനെ നിയന്ത്രിക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അതിൻ്റെ നിയന്ത്രണം 100% നഗരസഭയ്ക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊന്നും ഞാൻ എവിടെയും ഉന്നയിക്കുന്നില്ല. പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള നഗരസഭയുടെ അശ്രാന്ത പരിശ്രമത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് എന്നതാണ് ഞാൻ ഇവിടെയും അഭ്യർത്ഥിക്കുന്നത്. ആ കൂട്ടായ പരിശ്രമത്തിൽ റെയിൽവേ ഒരു വലിയ ഭാഗമാണ്. റെയിൽവേ നഗരസഭ ആവശ്യപ്പെടുമ്പോൾ അതിന് ചീഫ് സെക്രട്ടറി വന്നാലേ റെയിൽവേ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കാതെ, നഗരസഭ ആവശ്യപ്പെടുമ്പോൾ നഗരസഭയോടൊത്ത് സഹകരിച്ച് ഞങ്ങൾ ശുചിയാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല, നിങ്ങൾ ശുചിയാക്കൂ, അല്ലെങ്കിൽ ഒരു കരാർ നൽകി 3 പേരെ ഏൽപ്പിക്കാതെ എങ്ങനെ അത് ശുചിയാക്കണം എന്നൊരു കൂട്ടായ ചർച്ച എന്തുകൊണ്ട് റെയിൽവേക്ക് ഇങ്ങോട്ട് വന്നൂടാ? എത്ര മീറ്റിങ്ങുകൾ
ഗായത്രിയുടെ ഭാഗത്ത് നിന്ന് നല്ല മറുപടിയാണ് നൽകിയത്. വിടുകയല്ലാതെ വേറെ ആരെങ്കിലും വീട്ടിൽ ഇതുമായി ചർച്ച ചെയ്യാൻ. ശരി, ശ്രീ ജിജി തോംസൺ, ഇപ്പോൾ മനുഷ്യനെ ഓട വൃത്തിയാക്കാൻ നിയോഗിക്കുന്നത് അങ്ങനെ ചെയ്തുകൂടാ എന്ന് തന്നെയല്ലേ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്? റോബോട്ടിന്റെ സഹായത്തോടു കൂടി വേണം ഈ കനാലുകളൊക്കെ വൃത്തിയാക്കാൻ എന്നുള്ളത് ഒരു കോടതി ഉത്തരവ് തന്നെയുണ്ട്. ഇപ്പോൾ ഗായത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ കരാർ നൽകുന്ന റെയിൽവേ ഏത് തരത്തിലാണ് ആളുകളെ അതിലേക്ക് ഇറക്കുന്നത്? ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ മരണം സംഭവിച്ചതും ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയാം. അതിൽ റെയിൽവേ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ല, ഞാൻ നോക്കൂ, ഇതിനകത്ത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിനകത്ത് ഇത് ആരുടെ കുറ്റമാണ്, ആരാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു. അതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഇനി നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ മുമ്പിൽ 2 മാതൃകകളുണ്ട്. 2015 ചെയ്ത മാതൃകയ്ക്ക് നേതൃത്വം കൊടുത്ത ആൾ ഞാനായതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. ആ മോഡൽ നമ്മൾ വീണ്ടും അനുവർത്തിക്കുകയാണ് ഇതിന് വേണ്ടുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കോർപ്പറേഷന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വീടിനടുത്തൊരു തോട് ഉണ്ട്, രാമപുരം ലൈനിൽ കൂടി പോകുന്ന തോടാണ്. അതിൻ്റെ പകുതി ഭാഗം കോർപ്പറേഷൻ ഏരിയയാണ്. അപ്പോൾ അത് കോർപ്പറേഷൻ്റെ ജോലിയാണ്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം പഞ്ചായത്താണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ അവിടെ കൊണ്ട് അതങ്ങ് അവസാനിക്കുന്നു. ഇത് ഞാൻ MLA പ്രശാന്തുമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തു. ആ പ്രശാന്ത് എന്നോട് പറയുകയും ചെയ്തു, സാറേ ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യാവുന്നത് ഞങ്ങൾ അന്ന് മേയറായിരുന്ന സമയത്ത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യാം, ബാക്കിയുള്ളത് മറ്റവർ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും. ചില സ്ഥലത്ത് അത് PhD എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി ആയിരിക്കും, ചില സ്ഥലത്ത് നാഷണൽ ഹൈവേ ആയിരിക്കും, ചില സ്ഥലത്ത് ഇറിഗേഷൻ ആയിരിക്കും. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അധികാരമുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് വേണം നമ്മൾ ഈ പരിപാടി നടത്താൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേഷന് മാത്രം ഈ ചുമതലയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അത് ഗായത്രി പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്. പിന്നെ അതിനകത്ത് കണക്കുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനകത്ത് ഇൻട്രസ്റ്റഡുമല്ല. നമുക്ക് നോക്കേണ്ടത് എന്താ, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവനാണ് പോയത്. അദ്ദേഹത്തിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമാണ് വഴിയാധാരമാകാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ടുണ്ടായി? ഇതിനുള്ള ഉത്തരവാദി B അല്ല, ഇവിടുത്തെ സാമൂഹിക ബോധമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത നമ്മൾ ഓരോരുത്തരുമാണ് ഈ മരണത്തിന് ഉത്തരവാദി, അല്ലേ? ഇത് വലിച്ചെറിയുന്നവരെ, ഒരു ലഗാനമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് എറിയുന്നവരെ, അവരൊക്കെ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അപ്പോൾ ഇത് മാറണം. ഇത് എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പറഞ്ഞു. നമുക്ക് പല ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള വകുപ്പുകളുണ്ട്. അതൊന്നും നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് സിംഗപ്പൂരിലെ ആളുകൾ തുപ്പാത്തത്? അവിടെ ഒന്ന് തുപ്പിയാൽ $500 പിഴ കൊടുക്കണം, സിംഗപ്പൂർ ഡോളർ. അത് അത്രയും കൊടുക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ സൗമ്യമായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത് ജോഹർ ബാറു എന്നും പറഞ്ഞിട്ടുള്ള മലേഷ്യയുടെ തെക്കൻ സംസ്ഥാനമുണ്ട്. ഈ സിംഗപ്പൂരിൽ വരെ കഴിഞ്ഞിട്ട് ജോഹർ ബാറിലേക്ക് കാറിൽ പോകുന്നവർ ജോഹർ ബാറു എത്തിയാൽ കാറിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയും. കാരണം ഒരു ശിക്ഷണ നടപടിയും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും നാട് നമുക്കിവിടെ ഒരുപാട് നമ്മൾ CCTV ക്യാമറകൾ വെച്ചു, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ടും എന്തേ നമുക്ക് ഇന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. 3 ദിവസം മുമ്പ് നടക്കാൻ പോകുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും സ്കൂട്ടറിൽ പോകുന്നു, സ്ത്രീ സാധനം എടുത്ത് വലിച്ചെറിയുന്നു. ഇത് ഇവിടെ തിരുവനന്തപുരം സിറ്റിയിലെ കൗടിയാർ ജംഗ്ഷനിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഇതൊക്കെ നമുക്ക് നടപടി, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വക കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു വജ്രായുധമുണ്ട്. അതിൻ്റെ പേരാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. അതനുസരിച്ച് ഈ സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സ്റ്റേറ്റ് ലെവൽ ചെയർമാൻ ചീഫ് മിനിസ്റ്ററും അതിലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾ ചീഫ് സെക്രട്ടറിയുമാണ്. ജില്ലയിൽ അത് കളക്ടറാണ്. ഇവർക്ക് ഒരുപാട് അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാൽ ആ നടപടികൾ എടുത്താൽ ഒരു സബ് കോടതികളും ഒന്നും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അതിന് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അതിൽ ഇടപെടാൻ അധികാരമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പരിരക്ഷയുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല? ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഉപയോഗിക്കേണ്ട ആക്ട് അല്ല ഇത്. ഡിസാസ്റ്റർ വരുന്നതിന് മുൻപ് ഉപയോഗിക്കേണ്ട ആക്റ്റാണ്. അത് തടയാനുള്ള ആക്റ്റാണ്. അതല്ലേ നമ്മൾ 2015 നമ്മൾ ചെയ്തത്. ആ ആക്ട് ഉപയോഗിച്ച് അത് എത്ര ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ കാണിച്ചു കൊടുത്തു. ശരിയാണ്. ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ടായിട്ടും അത് പിന്തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുന്നിടത്താണ് അത് ദൗർഭാഗ്യകരമായ അവസ്ഥയായി മാറുന്നത്. ശ്രീ രാജു പി നായർ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം?
അല്ല, ഞാൻ ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീമതി CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് ഞാൻ എവിടെയോ എഴുതി വെച്ച പേപ്പർ എന്നാണ്. എഴുതി വെച്ച പേപ്പർ അല്ല ശ്രീമതി ഗായത്രി ബാബു. കേരളത്തിൻ്റെ നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ഫിഗേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹരിതകർമ്മസേനയെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്നതിനെ എതിർക്കുകയല്ല ചെയ്തത്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു 2.5 വർഷം. ഞാൻ ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. ഞാൻ RRF സ്ഥാപിച്ച് ഉൾപ്പെടെ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഞാൻ ഇൻസൈഡറാണ്, ഞാൻ പുറത്തുനിന്ന് കണ്ടു പറയുന്നതല്ല. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് കൊണ്ടുവന്നിരുന്ന ഡംപ് ചെയ്തിരുന്ന മാലിന്യം കൊച്ചിയിലെ ജനങ്ങൾ നേരിട്ട് പോയി അവിടെ കൊണ്ടുപോയിട്ടതാണോ? അല്ലല്ലോ. ഹരിതകർമ്മസേന അത് മേടിക്കുന്നു, ഹരിതകർമ്മസേന അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. ചില കമ്പനി, എല്ലാവരും ക്ലീൻ കേരള കമ്പനിക്കല്ല കൊടുക്കുന്നത്, ചിലർ കൊടുക്കാതെയും ഇരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും ഡംപ് ചെയ്തിരിക്കുന്ന മാലിന്യം എങ്ങനെ അവിടെ എത്തി? സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിന് ഒരു എന്താ പറയുക, ഒരു ന്യായീകരണത്തിൻ്റെ രീതിയിലേക്ക് പോയിട്ട് കാര്യമില്ല. കേരളത്തിൽ മുഴുവൻ ഇന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നഗരസഭയുടെ പ്രയോറിറ്റി ഒന്നല്ല. 21 വയസ്സുള്ളൊരു മേയർ വന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത്, വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ സമീപനം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പുതിയ സമീപനം, പുതിയ ആലോചനകൾ, പുതിയ സാങ്കേതിക വിദ്യ എവിടെയാണ്, എന്താണ് ഉപയോഗിച്ചത്? ആ മേയർ നാട് റോഡിൽ കടന്ന് ഈ നഗരത്തെ, നാടിനെയും അപമാനിച്ചു എന്നുള്ളതിനപ്പുറം അതേ തുടർന്നു പോകുന്നു, അഴിമതിയുടെ ഭാഗമാവുന്നുള്ളതിനപ്പുറം ബഹുമാനപ്പെട്ട ശ്രീധർ രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഒരു തരത്തിലും ആ നഗരത്തിന് എന്തെങ്കിലും ഗുണകരമായ ഒരു നേതൃപരമായ പങ്ക്, നവീനമായ പദ്ധതി പോലും ആ മേയർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടുകാര്യസ്ഥതയുടെ മുഖമായിട്ട് തിരുവനന്തപുരം നഗരസഭ മാറി. അതിന് ജീവൻ്റെ വിലയുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ആ ജീവൻ്റെ വില ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനകത്ത് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 117 മീറ്റർ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 876 ഓടകൾ വൃത്തിയാക്കി എന്ന് 10/6/2024 ഈ കഴിഞ്ഞ മാസം 10-ാം തീയതി കേരളത്തിൻ്റെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞപ്പോൾ അതിൽ 400 ടൺ കെട്ടിക്കിടക്കാൻ കഴിയുന്ന ഓട നിങ്ങൾ ശുചീകരിച്ചിട്ടില്ല. അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? അപ്പം മന്ത്രി പറഞ്ഞത് തെറ്റാണോ? അതോ നിങ്ങൾ കൊടുത്ത കണക്ക് തെറ്റാണോ? ഇവിടെയാണ് പ്രശ്നം. ആ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഈ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. നമുക്ക് ഇതൊരു പാഠമായി എടുക്കാം. ഈ പ്രവർത്തനം മുന്നിൽ മഴക്കാല ശുചീകരണം കേരളത്തിൽ ഒരിടത്തും നടന്നില്ല എന്നുള്ളത് സത്യമല്ലേ? ഒരിടത്തും നടന്നില്ല. അതുകൊണ്ടല്ലേ ഒരു മഴ പെയ്തപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കൊച്ചിയുടെ അവസ്ഥ എന്തായി? കോഴിക്കോടിൻ്റെ അവസ്ഥ എന്തായി? ഒരു തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണവും കണ്ടുവന്നില്ല. പ്രതിപക്ഷം ഇത് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ നിങ്ങൾ കളിയാക്കുകയാണ് ചെയ്തത്. അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ വാദം, അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞത് മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ശ്രീധർ രാധാകൃഷ്ണൻ തന്നെ ഇവിടെ നേരത്തെ 2021 റിപ്പോർട്ട് പറഞ്ഞല്ലോ. അപ്പം നഗരസഭയിലെ ആ റിപ്പോർട്ടുണ്ട്, ഗായത്രി ബാബു ആ റിപ്പോർട്ട് ഇവിടെ കോട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ 8 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ട് 25% മാത്രം ചെലവാക്കിയപ്പോൾ എന്തുകൊണ്ട് 2021 ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര ടണൽ വേണമെന്നുള്ള നിർദ്ദേശം നിങ്ങൾ നടപ്പാക്കിയില്ല? ഗായത്രി ബാബുവിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടല്ലേ, നിങ്ങൾ വായിച്ച റിപ്പോർട്ടല്ലേ, നിങ്ങൾ പദ്ധതിയുടെ പണം പാഴാക്കി കളഞ്ഞല്ലേ? അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല? അത് നിങ്ങൾക്ക് പറയാൻ മറുപടിയില്ല. അതിനു പകരം മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ശ്രീമതി ഗായത്രി ബാബു, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിലും ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ പ്രവർത്തനം കണ്ടെത്താനുള്ള ദൗത്യസംഘത്തിൻ്റെ പരിപാടി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. നാളെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അറിയുന്നത്. ഇന്ന് ഏതായാലും അവസാനിപ്പിക്കുകയാണ്. 2 ദിവസമായി. ഇന്നലെ 11 മണിക്കാണ് കാണാതായിരുന്നത് ജോയെ. ഇന്ന് രാത്രി ഇത്ര നേരമായിട്ടും കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുല്ലേ യാഥാർത്ഥ്യം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജിജി തോംസൺ, ശ്രീ ശ്രീധർ രാധാകൃഷ്ണൻ, ഗായത്രി ബാബു, രാജു പി നായർ, അനിൽ തിരുമല. Debate with Smriti Parithikad.